ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ചെയ്യുന്നത് ഈ ഒരു ഫ്ലവർ മേക്കിംഗ് വീഡിയോ ആണ്. ഈ ഒരു ഫ്ലവർ നമുക്ക് സിമ്പിളായി ചെയ്തെടുക്കാൻ പറ്റും. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോവാം. അതിന് വേണ്ടിയിട്ട് നമ്മളിതാ വൈറ്റ് പേപ്പർ എടുത്ത് വെച്ചിട്ടുണ്ട്. പിന്നീട് നമ്മളിതാ കാർഡ്ബോർഡ് പീസിൽ നിന്നും ഫ്ലവറിൻ്റെ ഇതളിൻ്റെ ഷേപ്പിൽ ഒരു പീസ് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇത് വെച്ച് കൊടുത്തിട്ടാണ് നമ്മൾ ആ ഒരു വൈറ്റ് പേപ്പറിൽ നിന്നും ഇതളുകൾ കട്ട് ചെയ്തെടുക്കുന്നത്. അപ്പോൾ നമുക്ക് ഇത് വെച്ച് ഒരു 5 ഇതൾ വരച്ചെടുക്കണം. നമ്മുടെ ഈ ഒരു ചാനൽ ആദ്യമായിട്ട് ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ബെൽ സെലക്ട് ചെയ്യുമ്പോൾ ഓൾ എന്ന ഓപ്ഷൻ തന്നെ സെലക്ട് ചെയ്ത് വെക്കുക. അപ്പോൾ ഇതാ നമ്മൾ 5 ഇതളുകൾ വരച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് കട്ട് ചെയ്തെടുക്കണം. അതെല്ലാം നമ്മളിവിടെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി നമ്മൾ കത്രിക ഉപയോഗിച്ച് ഇതിലിങ്ങനെ വരച്ചെടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ പേന കൊണ്ട് വരച്ചെടുത്തിട്ടുള്ള ആ ഒരു സൈഡിലല്ല അതുപോലെ ചെയ്തെടുക്കേണ്ടത്. ആദ്യം നമ്മൾ ആ ഒരു ഇതൾ ഇതുപോലെ ഒന്ന് മടക്കി കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം ഇതുപോലെയാണ് ചെയ്തെടുക്കേണ്ടത്. എല്ലാ ഇതളുകളും നമുക്ക് ഇതുപോലെ ചെയ്തെടുക്കണം. മന്ദാരപ്പൂവിൻ്റെ ഇതളുകളിൽ ഇതുപോലെ ഇങ്ങനെ കാണാറില്ലേ നമ്മൾ? നമ്മുടെ ചാനലിൽ കാണിച്ചിട്ടുള്ള ക്രാഫ്റ്റ് വർക്കുകൾ നമ്മുടെ സബ്സ്ക്രൈബർ ചെയ്ത് സെൻഡ് ചെയ്ത് തന്നിട്ടുള്ളതാണിത്. നമ്മൾ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള എല്ലാ ഇതളുകളിലും നമ്മൾ അതുപോലെ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഫെവിക്കോൾ ഉപയോഗിച്ച് ഇതൊന്ന് ഒട്ടിച്ചെടുക്കണം. അപ്പോൾ ഇതാ ഇതുപോലെയാണ് നമ്മൾ ഒട്ടിച്ചെടുക്കേണ്ടത്. ഒരുപാട് വെറൈറ്റി ക്രാഫ്റ്റ് വീഡിയോസ് നമ്മുടെ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ആദ്യമായിട്ട് നമ്മുടെ വീഡിയോ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനലിലൊന്ന് പോയി നോക്കുക. നമ്മൾ ഇതുപോലെ നമ്മുടെ ഫ്ലവർ ഒട്ടിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ കത്രിക ഉപയോഗിച്ച് ഇതിൻ്റെ ഇതളുകൾ ഇതുപോലെ ഒന്ന് ചെയ്തെടുക്കുകയാണ്. ഇതിൻ്റെ ഇതളുകൾ തമ്മിലൊന്ന് കൂടി നിൽക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇതുപോലെ ചെയ്തെടുക്കുന്നത്. അപ്പോൾ ഇതാ നമ്മുടെ ഫ്ലവർ നമുക്ക് ഇതുപോലെ കിട്ടിയിട്ടുണ്ട്. വീണ്ടും നമ്മൾ ആ ഒരു വൈറ്റ് പേപ്പർ എടുത്തിട്ടുണ്ട്. അതിൽ നിന്നും ചെറിയൊരു പീസ് കട്ട് ചെയ്തെടുക്കുകയാണ്. നമ്മൾ എടുത്തിട്ടുള്ള ആ ഒരു പീസ് നമ്മൾ ഇതുപോലെ മടക്കി ഫെവിക്കോൾ അപ്ലൈ ചെയ്ത് ഒന്ന് ഒട്ടിച്ചെടുക്കുകയാണ്. ഇത് നമുക്ക് ഫ്ലവറിൻ്റെ സെൻറ്ററിലുള്ള ആ ഒരു പൂമ്പൊടിയൊക്കെ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഇതാ നമ്മൾ ഇതുപോലെ ഒട്ടിച്ചെടുത്തിട്ടുണ്ട്. ഇതിൽ നിന്നും ചെറിയൊരു പീസ് വീണ്ടും നമ്മൾ കട്ട് ചെയ്തെടുക്കുകയാണ്. നമ്മൾ കട്ട് ചെയ്തെടുത്തതിൻ്റെ ബാക്കി വന്നിട്ടുള്ള ആ ഒരു പീസും നമുക്ക് വേണം. അതിനുശേഷം നമ്മളിതാ ഇതുപോലെയാണ് കട്ട് ചെയ്ത് കൊടുക്കുന്നത്. ഇന്നത്തെ നമ്മുടെ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമാവുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഒരു ലൈക്ക് തരിക. ക്രാഫ്റ്റ് ഇഷ്ടപ്പെടുന്ന നിങ്ങളുടെ ഫാമിലിയിലെ എല്ലാവർക്കും വേണ്ടി നമ്മുടെ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുത്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ നമ്മൾ ഇതുപോലെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അതിനുശേഷം കത്രിക ഉപയോഗിച്ച് ഇതുപോലെ ഒന്ന് ചെയ്തെടുക്കുകയാണ്. അതൊന്ന് വളഞ്ഞു നിൽക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇതുപോലെ ചെയ്തെടുക്കുന്നത്. ഇനി നമുക്ക് ഫെവിക്കോൾ അപ്ലൈ ചെയ്ത് ഫ്ലവറിൻ്റെ സെൻറ്ററിൽ അതൊന്ന് ഒട്ടിച്ചെടുക്കണം. നമ്മളത് ഫെവിക്കോൾ അപ്ലൈ ചെയ്ത് ഇതുപോലെ ഒട്ടിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ഒരു ചെറിയ പീസിൽ പെയിൻറ് അടിച്ചെടുക്കണം. അപ്പോൾ നമ്മളിതാ ലൈറ്റ് ഗ്രീനും യെല്ലോയും പെയിൻറ് എടുത്ത് വെച്ചിട്ടുണ്ട്. ആദ്യം നമുക്ക് ഫ്ലവറിൻ്റെ സെൻറ്ററിൽ നമ്മൾ ഒട്ടിച്ചു കൊടുത്തിട്ടുള്ള അതിൽ പെയിൻറ് ചെയ്തെടുക്കണം. അതിൻ്റെ ആ ഒരു അറ്റത്ത് മാത്രമാണ് നമ്മൾ പെയിൻറ് ചെയ്തെടുക്കേണ്ടത്. നമ്മളിതാ ഇതുപോലെയാണ് പെയിൻറ് ചെയ്തെടുത്തിട്ടുള്ളത്. ഇനി നമ്മൾ ഈ ഒരു ചെറിയ പീസിൽ ലൈറ്റ് ഗ്രീനാണ് കൊടുത്തെടുക്കുന്നത്. ഇതിൽ മുഴുവനായിട്ടൊന്നും കൊടുക്കുന്നില്ല. നമുക്കിതിൽ നിന്നും ചെറിയൊരു പീസ് കട്ട് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ടാണ്. മന്ദാരപ്പൂവിനകത്ത് നമ്മളിപ്പോൾ വൈറ്റ് കളർ ഒട്ടിച്ചു കൊടുത്തത് പോലെയുള്ള ഒരു ഗ്രീൻ കളറും കൂടെ കാണാം. അത് ഒട്ടിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ടാണ് നമ്മളത് ചെയ്ത് വെച്ചിട്ടുള്ളത്. നമ്മൾ ഈ ഫ്ലവറിൻ്റെ സെൻറ്ററിൽ ഇതാ ഗ്രീൻ കളർ കുറച്ചൊന്ന് ആക്കി കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ പെയിൻറ് ചെയ്ത് വെച്ചത് ഉണങ്ങിയിട്ടുണ്ട്. അപ്പോൾ നമുക്കിതിൽ നിന്നും ചെറിയൊരു പീസ് കട്ട് ചെയ്തെടുക്കാം. ഇത് നമുക്ക് ഇതുപോലെ ഒന്ന് വളച്ചു കൊടുക്കാം.
അതിനുശേഷം ഇതും നമുക്ക് ഫെവിക്കോൾ അപ്ലൈ ചെയ്ത് ഫ്ലവറിൻ്റെ സെൻറ്ററിലേക്ക് ഒട്ടിച്ചു കൊടുക്കാം. അപ്പോൾ ഇതാ നമ്മൾ അതും ഒട്ടിച്ചെടുത്തിട്ടുണ്ട്. ഇപ്പോൾ നമ്മൾ ഒരു ഫ്ലവർ റെഡിയാക്കി എടുത്തിട്ടുണ്ട്. അതുപോലെ വേറെ ഒരു 2 ഫ്ലവറും കൂടെ നമ്മളിവിടെ ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ മന്ദാരപ്പൂവായിട്ട് ഇത് തോന്നുന്നുണ്ടോ എന്നൊന്ന് നിങ്ങൾ താഴെ ഒന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ. നമ്മുടെ കയ്യിൽ ഗ്രീൻ കളർ പേപ്പർ ഇല്ലാത്തതുകൊണ്ട് നമ്മളൊരു പേപ്പർ വാഴയിലയാണ് എടുത്തിട്ടുള്ളത്. ഇതിൽ നിന്നാണ് നമ്മൾ ഇലകളൊക്കെ കട്ട് ചെയ്തെടുക്കുന്നത്. ശരിക്കുള്ള ആ ഒരു ഇലയുടെ കളറൊന്നും ഇതിനില്ല, എന്നാലും നമ്മൾ ഇത് എടുക്കുകയാണ്. അപ്പോൾ ഇതാ അതിൽ നിന്നും ഒരു പീസ് ഇതുപോലെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇല കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മളിതാ മന്ദാര ചെടിയുടെ ആ ഒരു ഇലയുടെ ഷേപ്പിലാണ് കട്ട് ചെയ്തെടുക്കുന്നത്. നമ്മൾ ഇല കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിൻ്റെ വെയിൻസിൻ്റെ ഭാഗമൊക്കെ കത്രിക ഉപയോഗിച്ച് ഇതുപോലെ ഒന്ന് ചെയ്തെടുക്കാം. അതെല്ലാം നമ്മൾ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇലയ്ക്ക് തണ്ട് ഒട്ടിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇതിൽ നിന്നും ചെറിയൊരു പീസ് കട്ട് ചെയ്തെടുക്കുന്നത്. നമുക്കിതൊന്ന് ചുരുട്ടിയെടുക്കണം. അപ്പോൾ ഇതാ നമ്മളതൊക്കെ ചുരുട്ടിയെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിൽ ഫെവിക്കോൾ അപ്ലൈ ചെയ്ത് ആ ഇലയിലേക്ക് ഒന്ന് ഒട്ടിച്ചു കൊടുക്കണം. അപ്പോൾ നമ്മൾ അതുപോലെ വേറെ കുറച്ച് ഇലകൾ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. വീണ്ടും നമ്മൾ ആ ഒരു പേപ്പർ വാഴ ഇലയിൽ നിന്ന് ഒരു പീസ് കട്ട് ചെയ്തെടുക്കുകയാണ്. ഇത് നമുക്കതിൻ്റെ തണ്ടിന് വേണ്ടി ചുരുട്ടിയെടുക്കാൻ വേണ്ടിയിട്ടുള്ളതാണ്. അപ്പോൾ നമ്മൾ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള 2 പീസും നമുക്കൊന്ന് ചുരുട്ടിയെടുക്കാം. അപ്പോൾ നമ്മൾ 2 തണ്ടുകളും ചുരുട്ടിയെടുത്തിട്ടുണ്ട്. ഇതിലൊരെണ്ണം നമ്മളൊന്ന് കട്ട് ചെയ്ത് കൊടുക്കുകയാണ്. ഇനി നമ്മൾ ഇതിനകത്ത് ഇതാ ഒരു ഈർക്കിളി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി നമ്മൾ ചുരുട്ടി വെച്ചിട്ടുള്ള ഈ ഒരു ചെറിയ തണ്ട് ഇതിലേക്ക് വെച്ച് നമുക്ക് ഗ്രീൻ ടാപ്പ് ചുറ്റിയെടുക്കണം. അപ്പോൾ നമ്മൾ അത് അതിലേക്ക് വെച്ച് കൊടുത്ത് ഗ്രീൻ ടാപ്പ് ഒന്ന് ചുറ്റിയെടുക്കുകയാണ്. നമ്മൾ ചെയ്ത് വെച്ചിട്ടുള്ള ഇലകളും നമ്മൾ അതിലേക്ക് വെച്ച് ഗ്രീൻ ടാപ്പ് ചുറ്റിയെടുക്കുകയാണ്. അപ്പോൾ ഇതാ ഇലകളൊക്കെ നമ്മൾ അതിലേക്ക് വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ നേരത്തെ കട്ട് ചെയ്ത് മാറ്റി വെച്ചിരുന്ന ഈ ഒരു തണ്ടും കൂടെ അതിലേക്ക് വെച്ച് ഗ്രീൻ ടാപ്പ് ചുറ്റിയെടുക്കുകയാണ്. ഇനി നമ്മൾ ഈ ഒരു 3 തണ്ടുകളിലാണ് ഫ്ലവർ ഒട്ടിച്ചെടുക്കേണ്ടത്. നമ്മൾ ഈ പേപ്പർ വാഴയിലയിൽ നിന്നും ചെറിയ 3 റൗണ്ട് ഷേപ്പുകൾ കട്ട് ചെയ്തെടുക്കുകയാണ്. ഇത് നമുക്ക് ഫ്ലവർ വെച്ച് കൊടുക്കുന്ന തണ്ടിലൊന്ന് ഒട്ടിച്ചു കൊടുക്കാനുള്ളതാണ്. അപ്പോൾ ഇതാ ഇതുപോലെ നമ്മൾ ഒട്ടിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഫെവിക്കോൾ അപ്ലൈ ചെയ്ത് ഫ്ലവർ ഒന്ന് ഒട്ടിച്ചു കൊടുക്കാം. നമ്മൾ ഫെവിക്കോൾ അപ്ലൈ ചെയ്ത് ഫ്ലവർ ഒന്ന് ഒട്ടിച്ച് നോക്കി. അത് ഒട്ടിക്കിട്ടാനായിട്ട് കുറച്ചൊരു ബുദ്ധിമുട്ടുണ്ട്. അപ്പോൾ ഇതാ നമ്മൾ ഗ്ലൂ ഗൺ ഉപയോഗിച്ചൊന്ന് ഒട്ടിച്ച് നോക്കുകയാണ്. ഗ്ലൂ അപ്ലൈ ചെയ്ത് ഫ്ലവർ അതിലേക്ക് ഒട്ടിച്ചെടുക്കുമ്പോൾ നല്ലതുപോലെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക. ഇപ്പോൾ നമ്മൾ ഫ്ലവർ അതിലേക്ക് ഒട്ടിക്കിട്ടിയിട്ടുണ്ട്. ഇതുപോലെ ബാക്കിയുള്ള 2 ഫ്ലവറും നമുക്ക് ഒട്ടിച്ചെടുക്കാം. അപ്പോൾ ഇതാ നമ്മൾ 3 ഫ്ലവറും അതിലേക്ക് ഒട്ടിച്ചെടുത്തിട്ടുണ്ട്. നമ്മുടെ കുഞ്ഞു മന്ദാരച്ചെടി റെഡി ആയിട്ടുണ്ട്. ഇന്നത്തെ നമ്മുടെ ഈ ഒരു ക്രാഫ്റ്റ് വർക്ക് നിങ്ങൾക്ക് ഇഷ്ടമായി എന്ന് വിചാരിക്കുകയാണ്. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒരു ലൈക്ക് തരിക. ക്രാഫ്റ്റ് ഇഷ്ടപ്പെടുന്ന നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും എല്ലാം ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. ഇതുവരെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ഉടൻ തന്നെ മറ്റൊരു വീഡിയോയുമായി വരാം. ബൈ.